എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു. ഞാൻ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ്സ് വായിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഹെയർ ടിപ്സ് എന്തൊക്കെയെങ്കിലും പറയാൻ പറ്റുമോ, മുടി സംരക്ഷണത്തിന് എന്തൊക്കെയാണ് വേണ്ടത്, ചേച്ചി എന്തൊക്കെയാണ് യൂസ് ചെയ്യണത്, ഇങ്ങനെയൊക്കെ കുറച്ച് കമൻറ്റ്സ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ആദ്യം ഇത് കുറേ ഇങ്ങനെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമായിരുന്നേ. ഷൂട്ടിൻ്റെ ഒക്കെ തിരക്ക് ആ സമയത്ത് കുറേ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ യൂസ് ചെയ്യുന്ന ആ സമയത്ത് ഭയങ്കര സൂപ്പറായിട്ട് കിടക്കും, നല്ല ടെക്സ്ചറൊക്കെ നല്ല സൂപ്പറായിട്ട് കിടക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഹെയർ എനിക്ക് ബ്രേക്ക് ആവാൻ തുടങ്ങി. പിന്നെ ഹെയർ ലോസ് ഭയങ്കരമായിട്ടാവാൻ തുടങ്ങി. ഹെയർ ലോസൊക്കെ ഭയങ്കരമായിട്ടാവാൻ തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യണേന്ന് അറിയാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്താണ് വാച്യമ്മ എന്നോട് പറഞ്ഞത്, നീ ഇനി കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യില്ല, ഞാനൊരു സാധനം ചെയ്തു തരാം, അതങ്ങ് യൂസ് ചെയ്താൽ മതിയെന്ന്. ആദ്യം വാച്യമ്മ പറഞ്ഞപ്പോൾ എനിക്കത്ര വിശ്വാസം വന്നില്ല. പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല മാറ്റം കണ്ടു തുടങ്ങി, നല്ല റിസൾട്ട് കിട്ടി തുടങ്ങി. എൻ്റെ ഹെയർ ലോസൊക്കെ മാറി തുടങ്ങി, പിന്നെ ടെക്സ്ചറൊക്കെ നന്നായി തുടങ്ങി, മുടിയൊക്കെ നന്നായിട്ട് നല്ല ഗ്രോത്ത് വരാൻ തുടങ്ങി ഹെയറിന്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ വാച്യമ്മയുടെ സ്പെഷ്യൽ കാച്ചിയാണ്. ആക്ച്വലി ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് വേണം പറയാം. കാരണം ഇങ്ങനെ ചെയ്തു തരാനായിട്ട് ഒരാൾ എനിക്കുണ്ടല്ലോ അല്ലേ. അപ്പോൾ വാച്യമ്മ എന്താണ് ആദ്യം നമ്മളെന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഈ ഗാർഡനിൽ തന്നെ ഉണ്ട്, അവിടെയായിട്ട്. നമുക്കത് പറിച്ചെടുക്കാം. വാ. ഇവിടുന്ന് ഇപ്പം എന്തെടുക്കാൻ വേണം വാച്യമ്മ? ഇതാണ് പൂവാങ്കുറുന്നൽ. ഇത് ഉപയോഗിച്ചാൽ തലയുടെ ടെൻഷൻ കുറയാനും, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഭയങ്കര ടെൻഷനല്ലേ, അതിൽ നിന്നെല്ലാം നല്ല രക്ഷ കിട്ടും. കോമൺ ആയിട്ട് പറഞ്ഞതാണ് മോളെ. ഇത് എണ്ണയിലിട്ട് കാച്ചിയ മുടി കൊഴിച്ചിലും കുറയും, നല്ല തണുപ്പും കിട്ടും, ഉറക്കവും കിട്ടും. പറിക്ക്. ഇപ്പോൾ പൂവാങ്കുറുന്നൽ കിട്ടി. ഇത് കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാം, കറിക്കെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് എണ്ണയ്ക്ക് ഉപയോഗിച്ചാൽ മുടി നല്ല കറുപ്പുമായിരിക്കും, നല്ല ബലവും ഉണ്ടാവും. പറിക്കട്ടെ? ഇനി അടുത്തെന്താ വാച്യമ്മ? ആര്യവേപ്പില പറിക്കാൻ പോയി. ഇതല്ലേ? ഇതാണ് കീഴാർനെല്ലി. ഇതിൻ്റെ അടിയിൽ ഉരുളയായിട്ടൊരു സാധനമുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ കീഴാർനെല്ലി എന്ന് പറയുന്നത്. ഇത് പറിച്ച് അരച്ചെടുത്ത് ഉരുളകളാക്കി മഞ്ഞപ്പിത്തമുള്ളവർക്ക് കൊടുത്താൽ പെട്ടെന്ന് മഞ്ഞപ്പിത്തം മാറും. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യം ഇതിൻ്റെ വേരാണ്. ഇത് പറിച്ചെടുത്ത് എണ്ണയിലിട്ട് കാച്ചിയാൽ മൈഗ്രെയിനിന് വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ പൊള്യൂഷൻ്റെ ഇതുകൊണ്ട് തലവേദന ഇല്ലാത്ത ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വേരെടുത്ത് നമുക്ക് കുറച്ച് കാച്ചാം. കണ്ടോ എൻ്റെ അടിയിൽ ഉരുളയായിട്ട് നിൽക്കുന്നത്? ഇതാണ് ഞാൻ കീഴാർനെല്ലി എന്ന് പറഞ്ഞത്. ശരിയാ. ഇനി എന്താ വാച്യമ്മ? ഇനി നമുക്ക് തുളസി പറിക്കണം, അവിടെ നിന്ന് പറിക്കാം.
ഇതാ തുളസിയല്ല. ഇതെന്തിനാ വച്ചാൽ യൂസ് ചെയ്യണം? നമുക്ക് മുടിക്ക് കരുത്ത് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ അടുത്ത് എന്താ പറിക്കാൻ പോണേ? അടുത്തത് മുരിങ്ങയില. വാ. മുരിങ്ങയില. ഇതെന്തിനാ വച്ചാൽ യൂസ് ചെയ്യണം? ഇത് താരൻ മാറാനും പുതിയ മുടികൾ മുളയ്ക്കാനും നല്ലതാണ്. ശരി. പിന്നെ അടുത്തെന്താ നമ്മൾ പറിക്കാം? പുളിയില. 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 പുളി പറിക്കുക. നല്ല ഇല നോക്കി പറിക്കും മോളെ. പുളിയില. ഇതെന്തിനാ വെച്ചാൽ യൂസ് ചെയ്യണേ? ഇത് മുടി നല്ലവണ്ണം തഴച്ചു വളരാൻ വേണ്ടിയാണ്. ഇതിന്റെ ഇലകൾ വേണ്ട, ഞാരുകൾ മാത്രം എണ്ണയിലിട്ട് കാച്ചിയാൽ മതി. അപ്പൊ അടുത്ത് നമ്മൾ ഇനി എന്താ പറിക്കാം? നമുക്ക് പേരയില പറിക്കാം. ഇത് മതിയാ? മതി മതി മതി, കുറച്ച് മതി. പേരല്ല. ഇതെന്തിനാ വെച്ചാൽ യൂസ് ചെയ്യുന്നത്? ഇതിൽ വിറ്റമിൻ സി ഉണ്ട്, കൂടാതെ മുടി തഴച്ചു വളരാനും നല്ലതാണ്. ശരി. ഇതിപ്പോ അത് കൺഫ്യൂഷൻ ആയില്ല. ഇതെന്തൊക്കെയാ നമ്മൾ എടുത്തേക്കണ വെച്ചാൽ ഒന്നും കൂടെ പറഞ്ഞേ. തുളസിയില, കറ്റാർവാഴ, പേരയില, മുരിങ്ങയില, പുളിയില, കിഴർനെല്ലി, പൂവാങ്കുറുന്നൽ, കറിവേപ്പില, ആര്യവേപ്പിൻ്റെ ഇല. എൻ്റെ അമ്മേ, ഇത്രയും സാധനം ഇടുമായിരുന്നോ കാച്ചിയെണ്ണയില്? ഞാൻ വിചാരിച്ചെന്തോട്ട് സിമ്പിൾ ആയിട്ടാണെന്ന്. ഇത് മാത്രമല്ല, ഇനി ഉള്ളിയുണ്ട്, കുരുമുളക്, ഉലുവ, നെല്ലിക്ക, ഈ 4 കൂട്ടം കൂടി ചേർന്നാൽ പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക്. ശരി. പെണ്ണുങ്ങൾക്ക് സുന്ദരിയാകാൻ മുടിയഴക് കാത്തിടണം, പച്ചമരുന്നിലകളാൽ എണ്ണയങ്ങ് കാച്ചിടണം. പെണ്ണുങ്ങൾക്ക് സുന്ദരിയാകാൻ മുടിയഴക് കാത്തിടണം, പച്ചമരുന്നിലകളാൽ എണ്ണയങ്ങ് കാച്ചിടണം. മൂന്ന് നെല്ലിക്ക മതിയാ? 3 നെല്ലിക്ക. ഇതിന്റെ പേര് കിഴാർ നെല്ലിയുടെ പേര്.
ഇത് പൂവാങ്കുറുന്നല്ലോ. കട്ട് ചെയ്താൽ മതിയോ? എല്ലാം കട്ട് ചെയ്തു. എന്തിനാ? പേരയില്ല. കറ്റാർ വാഴ, ഈ 1 സ്പൂൺ മുളക് പൊടി, കുരുമുളക് ചതച്ചെടുക്കാം ആദ്യം. ഞാൻ 1 മിനിറ്റ് വെച്ചത് ഇതൊന്ന് ഇട്ടോട്ടെ കേട്ടോ. ചതച്ചെടുക്കണോ? ചുമ്മാ ഒന്ന് ഇടിച്ച് ഒന്ന് പൊട്ടിയാൽ മതി. ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. മതി മതി മതി, ചതഞ്ഞത് മതി. ചതഞ്ഞിട്ടില്ല. ഒന്ന് പൊട്ടിയാൽ മതി. പൊട്ടിയിട്ടില്ല വെച്ചാൽ മതി. പൊട്ടിയിട്ടില്ല. പൊട്ടി. കോരി മാറ്റി. നെല്ലിക്കയും ഉലുവയും ചതച്ചെടുക്കണം. മൂന്നെണ്ണം ചതയ്ക്കണോ? 3 എണ്ണം. കുട്ടിയായിരുന്നില്ലെങ്കിൽ വഴന്നു വരുമില്ല. കഴിഞ്ഞ വേറൊന്ന് പറഞ്ഞുതരാം. കറിവേപ്പില എടുക്കണ്ടേ? ലാസ്റ്റ് ഊരിയിട്ട് ഒരു പിടിഞ്ഞിട്ട് വേപ്പില സൈഡിലേക്ക് ഒന്ന് മാറ്റിട്ട് നടുക്കിടാറ്. കറിവേപ്പില കണ്ടോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ. അപ്പം ഇത്രയും മതിയല്ലേ? ഞാൻ ഒന്നും കൂടെ പറയട്ടെ. അപ്പം എന്തൊക്കെയാണ്? ഉലുവ, കുതിർത്ത ഉലുവ തലേദിവസം രാത്രി അല്ലേ? ശരി. തലേദിവസം രാത്രി കുതിർത്ത ഉലുവ, പിന്നെ നെല്ലിക്ക ഇടിച്ചത് 2 നെല്ലിക്ക, പിന്നെ ഒരു 10 കുരുമുളക് ജസ്റ്റ് പൊട്ടിച്ചത്, ജസ്റ്റ് ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ചാൽ മതി. ഉള്ളി, കറ്റാർ വാഴ, പിന്നെന്താ ഇതെന്തായിരുന്നു? പൂവാങ്കുറുന്നൽ, കീഴാർനെല്ലിയുടെ വേര്, പുളിയിലയുടെ ഞെട്ട്, മുരിങ്ങയില, ആര്യവേപ്പില, തുളസി, പേരയില, കറിവേപ്പില. അപ്പൊ ചെയ്യാം. വജ്മ അത് 2 എടുത്തോ. സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പത്ത് ചട്ടി വയ്ക്കുക. ചട്ടി ഒന്ന് നല്ലവണ്ണം ചൂടാകട്ടെ. ഒഴിച്ചോ, മുഴുവനും കൊണ്ട് ഒഴിച്ചോ. മുഴുവനും ഇങ്ങനെ ഒഴിച്ചു. അപ്പത്തേനും എണ്ണ ഒന്ന് കാച്ചി തരട്ടെ. അപ്പത്തേനും വാച്ചമ്മ ഒരു പാട്ട് പാടിക്കേ. ശരി. കാറ്റിൽ, ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. കാറ്റിൽ, ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. അടിപൊളി അടിപൊളി. അപ്പൊ എണ്ണ തിളച്ചു. ഓരോന്നായിട്ട് ഇടാം. ആദ്യതല്ലേ പറഞ്ഞ? ഇനി പുറകെ നെല്ലിക്ക ഇട്ടോ.
മുത്തം വാടി വന്നോളൂ. ഓ അത് ആയാ അതാണ് ലാസ്റ്റെല്ലാം മുരിയും. കുരുമുളക് വീഴല്ലേ? ആ ഇല്ല നെല്ലിക്ക മാത്രമല്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞ് ഉള്ളി നനവുള്ളതെല്ലാം ആദ്യം ഇടണം നമുക്ക്. ഓ അങ്ങനെയാണ് കണക്കല്ലേ? നനവുള്ളതെല്ലാം ആദ്യം ഇടണം. കറ്റാർവാഴ ഉള്ളി ഇടണം. അത് മൊത്തം മുരിഞ്ഞ് ഉള്ളി. ഉള്ളി ഇത് എത്രയാണ് എടുത്തേക്കണ അച്ഛമ്മ? 10 ഉള്ളി. 10 ഉള്ളി. ഇതിലിപ്പോ എത്ര എണ്ണയാണ് അച്ഛമ്മ ഇട്ടിരിക്കണേ? 1/2 കിലോ വെളിച്ചെണ്ണയിൽ ഇതിപ്പോ 10 ഉള്ളി ഇട്ടിട്ടുണ്ട് അമ്മ. കച്ചാല ഇനി എന്താ അച്ഛമ്മ? കീഴാർ നെല്ലിയുടെ വേര് എല്ലാം ഇങ്ങനെ അങ്ങനെ ഇട്ടാൽ മതിയാ? കീഴാർ നെല്ലിയുടെ വേര്, പുളിയുടെ ഞെട്ട്, മുരിങ്ങയില, പേരയില, ആര്യവേപ്പിനില, തുളസിയില, കറിവേപ്പില. ഏറ്റവും പ്രധാനം കറിവേപ്പില. നമ്മുടെ മുടി നല്ല കറുപ്പായി വരുന്നതിന് ഏറ്റവും നല്ല പ്രധാന മരുന്ന് കറിവേപ്പിലയാണ്. നമ്മൾ കറിക്ക് എല്ലാം ഉപയോഗിക്കുന്നതാണെങ്കിലും എണ്ണയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തുളസിയും കറിവേപ്പിലയുമാണ്. അത് മറക്കാതെ എല്ലാവരും ഇടണം. ഏറ്റവും ലാസ്റ്റ് ഇടുന്നതാണ് ഈ കുരുമുളക്. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് നീരിറക്കമില്ലാതിരിക്കാൻ. അത് ഏറ്റവും ലാസ്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ നെല്ലിക്ക എന്തിനാ അച്ഛമ്മ യൂസ് ചെയ്യുന്നത്? നെല്ലിക്ക നമുക്ക് പെട്ടെന്ന് നര വരാതിരിക്കാനും നല്ല ഉറക്കം കിട്ടാനും നല്ല കുളിർമ തോന്നിക്കാനും. ഈ ഉലുവയും കുളിർച്ച കിട്ടാനാണ് സെയിം തന്നെ. അത് അച്ഛമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന കാച്ചിയെണ്ണയില്ലേ, അതിനൊരു ബ്രൗൺ കളറാണല്ലോ. അതിന് ശരിക്ക് കരിഞ്ഞു വരുമ്പോ ശരിയായ കളർ വരും മകളെ. കുറച്ചുകൂടി മുരിയാനുണ്ട്, അതുകൊണ്ടാ. ഓ ഓ ഓ ശരി ശരി. ഏകദേശം ആ കളർ തന്നെ ആയി വന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ ആ കളർ വന്നതേ കണ്ട. ഇനി എല്ലാം സാവധാനം കോരി എണ്ണ നല്ലവണ്ണം ഊറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റുക. വാച്ചമ്മ എന്റെ മുടി നാശായിപ്പോയി. എന്നെക്കാട്ടി സങ്കടം വാച്ചമ്മക്കാരുന്നില്ലേ? അയ്യോ, ഞാൻ കരഞ്ഞൊക്കെ ചെയ്തിട്ടില്ലേ? എന്റെ മോളുടെ മുടിയൊക്കെ എന്താണ് ഈ സീരിയലിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ മോളുടെ മുടിയെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് സ്ട്രൈറ്റനും മാങ്ങാത്തലിയും ഒക്കെ ചെയ്തു. അതൊക്കെ ചെയ്തു വന്നിട്ട് ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് എവിടം വരെ ഉണ്ടായിരുന്നു മുടി? കോളേജിൽ പഠിക്കുമ്പോൾ നീ ഫ്രണ്ടിലേക്ക് മുടിയിടുമ്പോ ഇവിടെ മുട്ട് വരെ വന്നിരുന്നു. ഫോട്ടോസ് ഇപ്പോഴും ഉണ്ടാവില്ല. പിന്നെ വെട്ടി കഴിഞ്ഞപ്പോ എന്തൊരു വിഷമായിരുന്നു. ഞാനന്ന് കരഞ്ഞതിന് കണക്കില്ല. സോറി ട്ടാ, ഇനി ചെയ്യൂല അങ്ങനെ. ഇനി ഇത് ഫിൽറ്റർ ചെയ്തെടുത്താൽ മതിയോ അച്ഛമ്മ? ആറി കഴിയുമ്പോൾ നമുക്ക് വേറെ അരിപ്പ വെച്ച് അരിച്ച് എണ്ണ ഊറ്റിയെടുത്താൽ കാച്ചെണ്ണ റെഡി. ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ഛമ്മ. ഇനി നമുക്കിത് ഫിൽറ്റർ ചെയ്തെടുത്താൽ മതി തോന്നുന്നു. ഞാൻ അരിപ്പ എടുത്തോണ്ടിരാം. എന്താണ്? ഞാൻ മാഞ്ഞോണില്ല. അത് ഇതാക്കണ്ടല്ല, ഇത് വാച്ചിമ്മയുടെ ഐറ്റ് ആയതുകൊണ്ട് ഇത് ഓൾഡ് കണ്ടനല്ലേ, അതുകൊണ്ട് നമ്മൾ എഡിറ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ തന്നെ വീഡിയോ എടുത്ത് അങ്ങനെ തന്നെ റോ ആയിട്ടോ കേട്ടാ. അപ്പൊ നടന്നു തന്നെ പോയി ഇത് എടുത്തിട്ടോ. പെണ്ണുങ്ങൾക്ക് സുന്ദരിയാകാൻ മുടിയഴക് കാത്തിടണം, പച്ചമരുന്നിലകളാൽ എണ്ണയങ്ങ് കാച്ചിടണം. അപ്പൊ അമ്മമ്മയുടെ സ്പെഷ്യൽ കാച്ചി എണ്ണ റെഡി. ഇത് നിങ്ങൾ ദിവസവും ഉപയോഗിച്ച് നോക്കൂ. ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ്. ഇത് അമ്മമ്മയുടെ ഗ്യാരണ്ടി, ഉറപ്പ്. അടിപൊളി 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 അടിപൊളി.